നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് അർജന്റീന റൗണ്ട് ഓഫ് 16 മത്സരം കളിക്കാനിറങ്ങുന്നു. പ്രധാനമായ മത്സരം. തീർച്ചയായിട്ടും ടീമിൽ മാറ്റമുണ്ടാകും എന്നുള്ളത് ഇപ്പോൾ കൺഫേംഡ് ആണ്. നമ്മൾ ഇന്നലെ തന്നെ വീഡിയോ ചെയ്തിരുന്നു 3 മാറ്റങ്ങളിലേക്കാണ് ലയണൽ സ്കലോനി പോകുന്നത് എന്ന്. ആ 3 മാറ്റങ്ങളിൽ അദ്ദേഹം ഒന്നും കൺഫേം ചെയ്യാൻ തയ്യാറായില്ലെങ്കിലും അദ്ദേഹം കൃത്യമായിട്ട് സംസാരിച്ച ഒരു കാര്യം ലിയാൻഡ്രോ പരേഡസിനെ കുറിച്ചാണ്. മാക്കലിസ്റ്ററുടെ പൊസിഷനെ കുറിച്ചും മറ്റുമൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു. അതായത് ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് ടീം പോകും എന്നുള്ളത് സുവ്യക്തമാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അലക്സിസ് മാക്കലിസ്റ്ററുടെ പൊസിഷൻ സെൻട്രൽ മിഡ്ഫീൽഡിൽ അദ്ദേഹം ഡിഫെൻസീവ് ആയിട്ട് കുറച്ചുകൂടി കളിക്കുന്ന കാര്യം, അതുപോലെ എൻസോയെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി, എൻസോ കുറച്ച് മുന്നോട്ട് കയറി തന്നെ കളിക്കും, അതേ ഇപ്പോൾ ക്ലബ് ലെവലിൽ അങ്ങനെയാണ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മാക്കലിസ്റ്ററെ പുറകോട്ട് വലിച്ച് ഞങ്ങൾ കളിപ്പിച്ചത്. ഇപ്പോൾ ലിയാൻഡ്രോ വരുന്നു. ലിയാൻഡ്രോ ഇഞ്ചേർഡ് ആയതുകൊണ്ടാണ്. മറ്റ് എക്സ്പ്ലനേഷൻസ് ഒന്നും ഈ വിഷയത്തിലില്ല. ലിയാൻഡ്രോ 100% ഫിറ്റ് ആയി. ഖത്തറിലെ വേൾഡ് കപ്പിന് ശേഷം എപ്പോഴൊക്കെ അദ്ദേഹം 100% ഫിറ്റ് ആയിരുന്നോ അപ്പോഴൊക്കെ അദ്ദേഹം ഓൾമോസ്റ്റ് കളിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് കോപ്പ ലിബർട്ടഡോറസ് മത്സരത്തിനിടയിൽ പരിക്ക് പറ്റി. അതുകൊണ്ടാണ് ഇപ്പം ഈ വേൾഡ് കപ്പിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടി വന്നത്. സോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻസോ ഫർദർ അപ്പായിട്ട് തന്നെ കളിക്കും. പിന്നെ പരേഡസ് ഉണ്ടാകുമ്പോൾ ലിയാൻഡ്രോയെ ഞങ്ങൾ ആ ഒരു നമ്പർ 5 പൊസിഷനിലേക്ക് ഉപയോഗപ്പെടുത്തും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അലക്സിസിനെ ആ ഒരു പൊസിഷനിൽ കളിപ്പിച്ചത് എന്നാണ് കോച്ച് പറഞ്ഞത്. അപ്പോൾ സംഗതി വളരെ കൃത്യമാണ്. ലിയാൻഡ്രോ ഞങ്ങൾക്ക് ബാലൻസ് നൽകുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ പൊസിഷനും അതാണ്. ഇൻ ദി എൻഡ് അലക്സിസിനോട് ഞങ്ങൾ അവിടെ കളിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അവിടെ അവൻ വണ്ടർഫുള്ളി വെല്ലായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ലിയാൻഡ്രോ ഇഞ്ചേർഡ് ആയപ്പോൾ എൻസോ ഇറ്റ്സ് നോട്ട് ഹിസ് നാച്ചുറൽ പൊസിഷൻ, സ്പെക്ടാക്കുലർലി ലാസ്റ്റ് വേൾഡ് കപ്പിൽ അവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. കോച്ച് അവിടെ നമ്മുടെ അൽമേഡയെ മാറ്റി ലിയാൻഡ്രോ പരേഡസിനെ കൊണ്ടുവരും. ഒരു മാറ്റം. പക്ഷെ അൽമേഡയുടെ പൊസിഷനിലായിരിക്കില്ല പരേഡസ് കളിക്കുക. മെദിനയെ മാറ്റി ടാഗ്ലിയാഫിക്കോയെ കൊണ്ടുവരും. ലൗട്രോ മാർട്ടിനസിനെ സ്റ്റാർട്ടിംഗ് ലെവലിൽ നിന്ന് മാറ്റി ഹുലിയൻ അൽവാരസിനെ കൊണ്ടുവരും. ഇതിപ്പോൾ കൃത്യമായിട്ട് കൺഫേം ചെയ്ത് ഗാസ്നെഡൂൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒറ്റ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഈ ഒരു മാറ്റം, അതായത് പരേഡസിൻ്റെ വരവ്, അത് ടാക്ടിക്കലി ചില അഡ്ജസ്റ്റ്മെൻറ്റുകളിലേക്ക് ടീമിനെ കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ എമ്മി മാർട്ടിനസ് ഗോൾ കീപ്പറായിട്ട് വരുന്നു. ഡിഫൻസിൽ ലൗട്രോ മാർട്ടിനസും ക്യൂട്ടി റൊമേറോയും, ടാഗ്ലിയാഫിക്കോ ഇടത് പാർശ്വത്തിൽ മോളിന, നമ്പർ 5 പരേഡസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് അദ്ദേഹമായിരിക്കും ആ ഒരു ഡിഫൻസീവ് മിഡിൻ്റെ റോള് ചെയ്യാനുണ്ടാവുക. ലിയാൻഡ്രോ പരേഡസ് ആയിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഒരു വ്യത്യാസം. അൽമേഡ അറ്റാക്കിങ്ങിൽ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് കളിച്ചിരുന്നതെങ്കിൽ അൽമേഡയ്ക്ക് പകരം വരുന്ന പരേഡസിനെ ഡിഫൻസീവ് മിഡായിട്ട് അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ പൊസിഷനിൽ തന്നെ കളിപ്പിക്കും. അതോടുകൂടി മാക്കലിസ്റ്റർക്ക് മുന്നോട്ട് കയറി കളിക്കാൻ പറ്റും. എൻസോ അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ പൊസിഷനിൽ ഉണ്ടാവും. റോദ്രിഗോ ഡിബോളും മധ്യനിരയിലുണ്ടാവും. അപ്പോൾ ഇതാണ് പ്ലാൻ. മുന്നേറ്റത്തിൽ ലിയോ മെസ്സിക്കൊപ്പം ഹുലിയൻ അൽവാരസും വരുന്നു. അപ്പോൾ അതോടുകൂടി എതിരാളികളുടെ ആക്രമണം, ഇപ്പോൾ കേപ്പ് വെർദെയൊക്കെ അർജന്റീനയുടെ ഏരിയയിലേക്ക് കുതിച്ചു കയറിയിരുന്നു, അത് തടയാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഈജിപ്തിനെതിരെ. ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലാണ് കോച്ചുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈജിപ്തിനെ പോലുള്ളൊരു ടീമാണ്, ഈജിപ്തിനെ അറ്റാക്ക് ചെയ്യാനൊക്കെ കപ്പാസിറ്റി ഉള്ളൊരു ടീമാണ്. അപ്പോൾ ആ ടീമിനെതിരെ കളിക്കുമ്പോൾ അതനുസരിച്ചുള്ളൊരു പെർഫോമൻസ് അത്യാവശ്യമാണ് എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. സോ അതിനുള്ളൊരു ടാക്ടിക്സ് കൂടി അദ്ദേഹം വിശദമാക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഈജിപ്തിനെതിരെ കളിക്കുമ്പോൾ എന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ ഈ ഒരു ട്രാൻസിഷൻ, പെട്ടെന്നുള്ള എതിരാളികളുടെ കടന്നുകയറ്റം ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കോച്ച് പറയുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ അദ്ദേഹം പറയുന്നത്, ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഗെയിമിൽ നമ്മൾ ഡൊമിനേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ആ ട്രാൻസിഷൻ, അവർ പെട്ടെന്ന് കടന്നു കയറി നമ്മളെ ആക്രമിച്ച് പോവുക, ഹേർട്ട് ചെയ്യുന്ന ആ ഒരു സംഭവം ഒഴിവാക്കണം. അതുകൊണ്ട് തന്നെ വിത്ത് ബോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ചില ആസ്പെക്റ്റുകളിൽ കൂടുതൽ പ്രിസൈസ് ആയിരിക്കണം. അത്ര വേഗത്തിൽ കളി ട്രാൻസിഷൻ നടക്കാൻ സമ്മതിക്കാതിരിക്കണം. ഇപ്പോൾ ഇൻ റീസെൻറ്റ് മാച്ചസിൽ നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മൾ പൊസിഷൻ റിക്കവർ ചെയ്യുന്നുണ്ട്, അതുപോലെ വളരെ വേഗത്തിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാനും നമുക്ക് കഴിയുന്നുണ്ട്. സോ ഒരുമിച്ച് ഒരു 5-6 പാസ് വിത്തൗട്ട് സ്ട്രിങ്ങിങ് ടുഗെദർ 5 or 6 പാസസ് നമുക്ക് ആക്രമിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ
അത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയും എതിരാളികൾ ആ രൂപത്തിൽ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുക എന്നുള്ളത്, ഇപ്പോൾ എതിരാളികൾ അത്തരത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. ഏതായാലും ഇഫ് ലിയാൻഡ്രോ ഈസ് ഫിറ്റ്, വി ഓൾറെഡി നോ വാട്ട് ഹി ബ്രിങ്സ് ടു ദി ടീം ആൻഡ് വി ഹോപ്പ് ഹി റിഫ്ലെക്ട്സ് വാട്ട് ഹി ഹാസ് ഷോൺ ഇൻ ട്രെയിനിങ്. ഫോർ മീ ഹീസ് വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ഇൻ ദി വേൾഡ് എന്നുകൂടി കോച്ച് വളരെ വളരെ വിശ്വാസത്തോടു കൂടി പറയുന്നുണ്ട്. സോ കാര്യം വളരെ കൃത്യമാണ്. കോച്ച് ലിയാൻഡ്രോ പെരേഡസിനെ നമ്പർ 5 കളിപ്പിക്കും, ഡിഫൻസീവ് മിഡായിട്ട് കളിപ്പിക്കും. അലക്സിസ് മാക്ലിസ്റ്ററെ മുന്നോട്ട് കയറ്റി കളിപ്പിക്കും. എൻസോ ഫെർണാണ്ടസും റോദ്രിഗോ ഡിബോളും അവരുടേതായിട്ടുള്ള സ്ഥാനങ്ങളിൽ പൊസിഷൻ ചെയ്യുകയും ചെയ്യും. ഇടതുഭാഷത്തിൽ ടാഗ്ലിയാഫിക്കോ വരും, മുന്നേറ്റത്തിൽ മെസ്സിക്കൊപ്പം ഹുലിൻ അൽവാരസും. ഇതാണ് മാറ്റം, ഇതാണ് ടാക്ടിക്സിലുള്ള ചേഞ്ച്. അത് റിസൾട്ട് കൊണ്ടുവരും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ലയണൽ സ്കലോനി ഉള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എടുത്താം.